ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 6ാമത്തെ രാത്രികാലമാണ്. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയിരിക്കുന്നവർക്ക് ദൈവത്തെ വാഴ്ത്തുകയാണ്. കഴിഞ്ഞ പകലും രാത്രിയിലുമെല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ മറഞ്ഞ് ഇരിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനുമെല്ലാം ദൈവം ഞങ്ങളെ ഇടയാക്കി. അനേക വിഷയങ്ങളെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ ശുശ്രൂഷിപ്പാനുമെല്ലാം കർത്താവിന് അവസരം ഒരുക്കി ഓർത്ത ദൈവത്തെ വാഴ്ത്തുന്നു. വിശേഷാൽ ലോകം മുഴുവനും വളരെയേറെ ഭീതിയിലൂടെ, വളരെയേറെ പ്രതിസന്ധികളിലൂടെ, വളരെയേറെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകും. എന്തായി തീരും എന്നുള്ളതായിരിക്കുന്ന ചിന്തകളാൽ ലോകരാഷ്ട്രങ്ങൾ മുഴുവനുമായിരിക്കുന്ന ആ നിമിഷങ്ങളിൽ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായിരിക്കുന്ന ദൈവജനത്തിന് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രത്യാശയോടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന ദൈവനാമത്തിൽ ഓർപ്പിക്കുക. ഇന്ന് രാത്രികാലം അല്പസമയം ദൈവത്തിന്റെ ചിന്തയ്ക്കായിട്ട് സമയം വേർതിരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 11, 12 തിരുവചനങ്ങൾ വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 11, 12 തിരുവചനങ്ങൾ വായിക്കാം. മനുഷ്യരുടെ നിഗളിച്ച കണ്ടതാലും പുരുഷന്മാരുടെ ഉന്നതഭാവം കുനിയും. യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഗർവവും ഉന്നതഭാവവുമുള്ള എല്ലാറ്റിന്മേലും നിഗളമുള്ള എല്ലാറ്റിന്മേലും വരും. അവ താണുപോകും. ഇവിടെ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മനുഷ്യന്റെ നിഗളിച്ച കണ്ണുകൾ താഴും, അവന്റെ മഹിമയുടെ പ്രഭാവം എന്തിയാണ് നിമിത്തം മനുഷ്യരുടെ നിഗളിച്ച കണ്ണതാലും പുരുഷന്മാർ ഉന്നതഭാവം കുനിയും. യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. സൈന്യങ്ങളെ യഹോവയുടെ നാള് ഗർവവും ഉന്നതഭാവവും ഉള്ള എല്ലാറ്റിന്മേലും നിഗളമുള്ള എല്ലാറ്റിന്മേലും വരും. അവ താണുപോകും എന്ന പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് മുന്നമേ എഴുതപ്പെട്ട ചരിത്രമായിരിക്കുന്ന ഈ പ്രവചന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. ഈ പുസ്തകം നമുക്ക് പുസ്തകത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിലെ 23-ാമത്തെ പുസ്തകമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകമെന്ന് കാണുവാനിടയാകുന്നത്. ഗ്രന്ഥകർത്താവ് യെശയ്യാവ് തന്നെയാണ്. ഏകദേശം 66 അധ്യായങ്ങളും 1292 വാക്യങ്ങളും നമുക്ക് കാണുവാനിടയാണ്. എഴുതിയ കാലഘട്ടം BC 740-നും 680-നും ഇടയ്ക്കാണ് എന്ന വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുകയാണ്. ഇതിന്റെ പ്രത്യേകത യെശയ്യാവ് ഏകദേശം അരനൂറ്റാണ്ട് കാലം ഉസ്യാവ്, യോദാം, ആഗസ്, ഹിസ്കിയാവ്
മനസ്സായ എന്നീ യഹൂദ രാജാക്കന്മാരുടെ വാഴ്ചയുടെ കാലത്താണ് ഈ യെശയ്യാ പ്രവാചനം എഴുതിയെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ഉസിയാവ്, യോഥാം, ആഗസ്, ഹിസ്കിയാവ് എന്നുള്ളതായിരിക്കുന്ന രാജാക്കന്മാരുടെ ഭരണം നാം എടുത്തു പഠിക്കുമ്പോൾ കാണുവാൻ ഇടയാകുന്നത് ഏകദേശം 113 വർഷക്കാലമാണ് ഈ 4 രാജാക്കന്മാർ ഭരിപ്പാനിടയായത്. എന്നാൽ ഈ പുസ്തകത്തിന്റെ രചയിതാവായിരിക്കുന്ന യെശയ്യാവ് അധികം നാള് ഒരു പ്രവാചകനായിരുന്നില്ല എന്ന് നമ്മൾ 6-ാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ കാണുവാനിടയാകും. 6-1 മുതലായിരിക്കുന്ന ചില തിരുവചനങ്ങളൊന്ന് വായിച്ചാട്ടെ. സ്തോത്രം. 6-ാം അധ്യായം 1 മുതൽ 20 അതിൽ 1 മുതലായിരിക്കുന്ന ചില തിരുവചനങ്ങൾ വായിച്ചാട്ടെ. ഉസ്യാവ് രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ളതായിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ ആമേൻ മന്ദിരത്തെ നിറച്ചിരുന്നു എന്നാണ് കാണുവാൻ ഇടയാകുന്നത്. അവിടെ നമുക്ക് വായിപ്പാൻ ഇടയാകുന്നത് ഉസ്യാവ് രാജാവ് മരിച്ച ആണ്ടിൽ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് ഒരു വലിയ കാഴ്ച കാണുകയാണ്. ആ കാഴ്ച ഇങ്ങനെയാണ്: ഉസ്യാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ളതായിരിക്കുന്നതായ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആര് കണ്ട? യെശയ്യാവ് കാണുവാനിടയായി. ഹല്ലേലൂയ. അപ്പോൾ ആ ഉസ്യാ രാജാവിന്റെ ഹല്ലേലൂയ ശാരീരിക മരണത്തുള്ള ബന്ധത്തിൽ ഭൗതിക ശരീരം മരിച്ചപ്പോൾ ഇതാ യെശയ്യാവ് കാണുന്നതായിരിക്കുന്ന ഒരു വലിയ കാഴ്ചയാണ്. തന്റെ ജീവിതത്തിലുള്ളതായിരിക്കുന്നതായ ഉസ്യാവ് മരിപ്പാനിടയായെന്നാണ് പ്രവാചകനായിരിക്കും യെശയ്യാവോടെ രേഖപ്പെടുത്തുവാനിടയായത്. സ്തോത്രം. അപ്പോൾ നമ്മൾ ചിലത് ദൈവത്തിൽ നിന്നും പ്രാപിക്കണമെങ്കിൽ, ദൈവത്തിൽ നിന്നും കാണണമെങ്കിൽ, ദൈവം ആരാണെന്ന് അറിയണമെങ്കിൽ ജീവിതത്തിലായിരിക്കുന്നതായ ഉസ്യാവ് ഒന്ന് മരിക്കേണ്ടത് ആവശ്യമാണ്. ആ പ്രവാചകനായിരിക്കുന്നതായ യെശയ്യാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതായ ഒരു തിരുവചനമാണ് നമ്മൾ ഇന്ന് രാത്രികാലത്തെ അല്പസമയം ചിന്തയ്ക്കായിട്ട് വായിപ്പാനിടയായത്. സ്തോത്രം. ആ പ്രവചന നിവർത്തികളെല്ലാം എന്ത് ചെയ്യാണ്? ഹല്ലേലൂയ, നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. അന്ത്യകാലമായപ്പോൾ അന്ത്യകാലത്തിന്റെ സമയമാണ്. ഈ അധിക സമയം ഈ ലോകത്തിൽ ശേഷിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ വായിക്കുകയാണ്. അതിന്റെ 2-ാം അധ്യായം അതിന്റെ 11 വാക്യത്തിൽ വായിക്കുകയാണ്. മനുഷ്യരുടെ നിഗളിച്ച കണ്ണു താഴും. സ്തോത്രം. നമുക്ക് നിഗളത്തെ കുറിച്ച് കാണുവാനിടയാകുന്നത് പുരാതനകാല ഭൂമിയിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോഴാകുന്നു ആദ്യത്തെ നിഗളം കാണുവാനിടയാകുന്നത്. അത് ലൂസിഫറിനുള്ള ബന്ധത്തിലാണ് നമുക്ക് കാണുവാനിടയാകുന്നത്. അവൻ നിഗളിക്കുവാൻ കാരണം യഹോവയായ ദൈവം പുരാതനകാല നിത്യത സൃഷ്ടിച്ചതിന്റെ സാക്ഷ്യമായിട്ട് ആ നിത്യതയിൽ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയും അനേക ദൂതന്മാരെ, സാറാഫുകളെ, കെരൂബുകളെ, ദൂതന്മാരെ, ദൈവപുത്രന്മാരെ, ഹല്ലേലൂയ, അനേക അജ്ഞാത ജീവികളെ സർവശക്തനായ ദൈവം സൃഷ്ടിപ്പാനിടയായി. എന്നാൽ ഈ സൃഷ്ടികളുടെയൊക്കെ ആദ്യമായിട്ട് 9 വിധമായിരിക്കുന്ന രക്തങ്ങളെ കൊണ്ട് സർവശക്തനായ ദൈവം
സൃഷ്ടിച്ചതായിരിക്കുന്ന ദൂതനാണ്. സൺ ഓഫ് മോർണിംഗ്, ചിറക് വിടർത്തുന്ന കരൂപമായിരുന്നായിരിക്കുന്നതായ ലൂസിഫർ. അവന് 9 വിധമായിരിക്കുന്ന രത്നങ്ങളെ കൊണ്ടാണ് അവനെ സൃഷ്ടിപ്പാനിടയായത്. അവനെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ഗോളാന്തര ഗോളങ്ങളിൽ മുഴുവനും ദൈവത്തെ ആരാധിക്കുന്നതായിരിക്കുന്ന, സൃഷ്ടിതാവിനെ ആരാധിക്കുന്നതായിരിക്കുന്നതായ ദൂതസഞ്ചയങ്ങളുടെ മധ്യത്തിൽ, ഹല്ലേലൂയ, ദൈവപുത്രന്മാരുടെ മധ്യത്തിൽ, ആ ദൂതന്മാരുടെ മധ്യത്തിൽ, അജ്ഞാത ജീവികളുടെ മധ്യത്തിൽ, ഇവരുടെയൊക്കെ ലീഡറായിട്ട സർവശക്തനായ ദൈവം ലൂസിഫറിനെ ആക്കി വയ്ക്കുവാനിടയായി. അവന് ദൈവം ഗോളാന്തര ഗോളങ്ങളെല്ലാം കടന്നു പോകേണ്ടതിന് വേണ്ടി ദൈവം അവനൊരു പ്രൈസള വാഹനം നൽകിയിരുന്നു എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിപ്പാനിടയാകുന്നത്. അത് അഗ്നിമരഥമാണ്. അഗ്നിമരഥത്തിൽ കയറിയാണ് ഇവനെന്തിയാണ് ഗോളങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനിടയായെന്നത്. അങ്ങനെ സകല ഗോളങ്ങളിലും യാത്ര ചെയ്ത പ്രൈസള ദൈവത്തെ ആരാധിക്കേണ്ടതായിരിക്കുന്ന ദൂതന്മാരെയും സാറാഫുകളെയും കരൂബുകളെയും ദൈവപുത്രന്മാരെയും, ഹല്ലേലൂയ, ഇവർക്കെല്ലാം ആരാധന ലീഡറായിരുന്നായിരിക്കുന്നതായ ലൂസിഫറിന്റെ ജീവിതത്തിൽ സകല ഗോളങ്ങളിലും യാത്ര ചെയ്ത അവനായിരിക്കുമ്പോൾ ദൈവസനിൽ കാണുവാനിടയാകുന്നത് അവനെന്തിയാണ്? അതിലൊക്കെയുമായ ഹല്ലേലൂയ പല ദൂതന്മാരെയും സാറാഫുകളെയും കെരൂബുകളെയും എല്ലാം അവന്റെ പക്ഷത്താക്കുവാനിടയായി. അതിന്റെ ശേഷമായിട്ടാണ് അവൻ എന്തിയാണ് ഭൂമിയിൽ, അഥവാ പുരാതന കാല ഭൂമിയിലെ നിവാസികളുടെ മേൽ അവൻ അഗ്നിമരഥങ്ങളിൽ ഇറങ്ങി വരുവാനിടയായി. അവരെയും അവന്റെ പാട്ടിലാക്കി. അവിടെ നിന്നുകൊണ്ടാണ് അവന്റെ ഹൃദയത്തിലെ നിഗളം കടന്നു വരുവാനിടയായത്. പറയാണ്, ഭൂമിയിൽ നിന്നുകൊണ്ട് പറയാണ്, ഞാൻ ആകാശങ്ങളുടെ മീതെ, നക്ഷത്രങ്ങളുടെ മീതെ, സ്വർഗത്തിൽ, സ്വർഗാദി സ്വർഗത്തിൽ, പുരാതന സ്വർഗത്തിൽ നിത്യനായ ദൈവം വസിക്കുന്നതായ നിത്യസിയോന്റെ മീതെ ഞാൻ എൻ്റെ വാസസ്ഥലം വെച്ച വാണരുളും. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ കാണുവാൻ നമുക്ക് ഇടയാകുന്നതാ. അവന്റെ അഗ്നിമരഥങ്ങളിൽ കയറി, സ്തോത്രം, സൃഷ്ടിതാവാൻ ദൈവം വസിക്കുന്നതായിരിക്കുന്ന സിംഹാസനമേൽ അവന്റെ വാസസ്ഥലം വെച്ചു വാണരുളുവാൻ അവൻ കുതിച്ചുയർന്നു. എന്താ സ്വർഗാദി സ്വർഗത്തിന്റെ മീതെ നിത്യസിയോനിൽ വാഴുവാൻ വേണ്ടി ഭൂമിയിൽ നിന്ന് കുതിച്ചുയർന്നതായിരിക്കുന്നതായ ഈ ലൂസിഫറിനെ ഒന്നാം സ്വർഗത്തിൽ കടന്നു വന്നപ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ വാളാകുന്ന പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനാൽ ദൂതന്മാരുമായിട്ട് യുദ്ധം ചെയ്ത ദൈവത്തിന്റെ വചനമാകുന്ന വാളിനാൽ വെട്ടേറ്റു വീഴുവാനിടയായി. അവന്റെ സിംഹാസനം ഇപ്പോൾ ആകാശമണ്ഡലങ്ങളിലാണ്. എന്നാൽ അവനോടൊപ്പം ഉണ്ടായിരുന്നായിരിക്കുന്നതായ ദുരാത്മാക്കൾ, ഹല്ലേലൂയ, ദൂതന്മാർ എന്തിയാണ്? അതിൽ 1/3 നിലത്തു വീഴുകയും അതിൽ 2/3 ആകാശ മേഘങ്ങളിൽ അവനോടൊപ്പമായിരിക്കാനിടയായെന്ന ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് പഠിപ്പാനിടയാകുന്നു. അപ്പോൾ അവനിൽ നിന്നുമാണ് നിഗളം ഭൂമിയിലെ മനുഷ്യർക്കുണ്ടാകുവാൻ ഇടയായെന്ന ദൈവത്തിന്റെ വചനം നമ്മളെ വളരെ ശക്തമായി പഠിപ്പിക്കുകയാണ്. അതിന്റെ 11ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ, മനുഷ്യരോട് മനുഷ്യരുടെ നിഗളിച്ച കണ്ണുകൾ താഴും. സകല പുരുഷന്മാരുടെ ഉന്നതഭാവം കുനിയും.
ഈ നാളുകളിൽ നമ്മളത് കണ്ടുവരികയല്ലേ? എന്തായിരുന്നു മനുഷ്യന്റെ നിഗളം? മനുഷ്യന്റെ അഹങ്കാരത്താൽ ചിലതൊക്കെയും അവന് തന്നെ ഉണ്ടാകുമ്പോൾ ഭൗതികമായിരിക്കുന്ന നിലകളിൽ ദൈവമക്കളാണെങ്കിൽ, ദൈവദാസന്മാരാണെങ്കിൽ, കർത്തൃദാസിമാരാണെങ്കിൽ ശുശ്രൂഷയിൽ ദൈവം ഉപയോഗിക്കുവാൻ തുടങ്ങുമ്പോൾ ഇരിക്കുവാൻ സമയമില്ലാതെ ശുശ്രൂഷയ്ക്ക് ഓടുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരറിയാതെ തന്നെ ഒരു ഉന്നതഭാവം അവരുടെ ജീവിതത്തിൽ പൊന്തി വരുവാനിടയാകും. അതെവിടുന്നാണ് കടന്നു വരുന്നത്? ലൂസിഫറിന്റെ നികളത്താൽ വാരിക്കുന്നതായ, അഹങ്കാരത്താൽ വാരിക്കുന്നതായ ആ പാപമത്രേ പൊങ്ങി വരുന്നത്. സ്തോത്രം. അങ്ങനെ പൊന്തി വന്നപ്പോൾ ദൈവത്തിന്റെ വചനം പറയാണ്, നിഗളിച്ച അവിടെ കണ്ണുതിയാണ് താഴും. ലോകതലത്തെ എടുത്തു നോക്കിക്കേ, ഭരണതലത്തെ എടുത്തു നോക്കിക്കേ. ലോകജനത്തിന് മധ്യത്തിൽ സൈക്കിളുള്ളവൻ 2 വീലർ മേടിച്ച, 2 വീലറുള്ളവൻ 4 വീലർ മേടിച്ച, 1, 2, 3, 4 വാഹനങ്ങളൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ അവർ കായ്ക്കഴിഞ്ഞപ്പോൾ വെറും ചെറ്റക്കുടിലിൽ കിടന്നവർ ഇന്നെന്തിയാണ് മനോഹരമായിരിക്കുന്ന ഒരു വാർക്കക്കെട്ടിടം സർവശക്തനായ ദൈവം തന്നപ്പോൾ, നിലകൾ തന്നപ്പോൾ 1, 2, 3 നിലകൾ കഴിഞ്ഞ വീണ്ടും എന്തിയാണ് അതിന്റെ മുകളിൽ നിൽക്കുന്നതായിരിക്കുന്ന ഭീമിന്റെ കമ്പി വീണ്ടും മുകളിലോട്ട് പൊക്കി വെച്ചിരിക്കുകയാണ്. കാരണം എന്താ? വീണ്ടും നിലകൾ പണിയുവാൻ വേണ്ടി സർവശക്തനായ ദൈവത്തിന്റെ പാദപിടങ്ങളിൽ ഇല്ലായ്മയുടെ മധ്യത്തിൽ നിന്നും ഒന്നുമില്ലാത്തായിരിക്കുന്ന അവസ്ഥയുടെ മധ്യത്തിൽ ദൈവം ഉയർത്തി കഴിഞ്ഞപ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ പാദപിടങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുകയാണ്, മനുഷ്യനെതിയാണ് നിഗളിപ്പാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ മനുഷ്യനെല്ലാം നിഗളമുണ്ടായി. നിഗളം എവിടുന്നാ കടന്നു വരുന്നത്? നിഗളം വീണു പോകാതിരിക്കുന്ന സാത്താനിൽ നിന്നുമത്രേ, പൈശാചിൽ നിന്നുമത്രേ നിഗളം കടന്നു വരുവാനിടയാകുന്നത്. അതുകൊണ്ട് എന്തിയാണ്? മനുഷ്യന്റെ നിഗളം കൊണ്ട ദൈവം പറയാ, പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് മുന്നമേ എഴുതപ്പെട്ട ചരിത്രമായിരിക്കുന്ന പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, നിഗളിച്ചം നടന്നതായ മനുഷ്യ, നിഗളത്തോടെ ഉന്നത ഭാവത്തോടുകൂടെ നടന്നായിരിക്കുന്നതായ ദൈവമക്കളെ, കർത്തൃദാസന്മാരെ, ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിലായിരിക്കുന്നതായ മനുഷ്യവർഗമേ, ഹല്ലേലൂയ. ദൈവത്തിന്റെ അരുളപ്പാടി പറയാണ്, നിഗളിച്ചതായിരിക്കുന്നതായ നിന്റെ കണ്ണിനെ എന്റെ ദൈവം തട്ടുവാനിടയാകും. ദൈവം കുനിച്ചു നടത്തും, താറ്റിക്കളയുമെന്ന് പറയുക. വീണ്ടും പറയാണ്, പുരുഷന്മാരുടെ ഉന്നത ഭാവം കുനിയും. എന്നെ കഴിഞ്ഞ് മറ്റാരുമില്ല, എൻ്റെ അടുത്ത് അവനും ഇവനും ഒന്നുമല്ല. ഉന്നത ഭാവം ഇല്ലെങ്കിലും എന്തിയാണ് ഉന്നത ഭാവത്തിൽ നടക്കുന്നതായിരിക്കുന്ന അനേകരെ നമുക്ക് കാണുവാനിടയാകും. അവരെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യന്റെ ഉന്നത ഭാവം എന്തിയാണ്? കുനിയും. കഴിഞ്ഞ നാളുകളിൽ ഒന്നുമില്ലാത്തായിരിക്കുന്ന അവസ്ഥയുടെ മധ്യത്തിൽ ഹല്ലേലൂയ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി ജനത്തിന്റെ സ്രഷ്ടന്മാരോട് കൂടി ഇരുത്തുന്നവനാണ് നമ്മുടെ ദൈവം. ആ ദൈവം നിന്നെ ഇല്ലായ്മയുടെ മധ്യത്തിൽ നിന്നും ഇത്രത്തോളം ഉയർത്തി കൊണ്ടുവന്നപ്പോൾ മനുഷ്യ, നിന്റെ ഭാവം എന്തുമാത്രം ഉയർന്നു. നിന്നെ ഉയർത്തിയവനായ ദൈവത്തെ അറിയാതെ ആ ദൈവത്തിനെ
മുൻഗണന കൊടുക്കാതെ ആ ദൈവത്തെ തള്ളി, പ്രൈസലോ, നിന്നെ കഴിഞ്ഞു വേറെ ആരുമില്ല എന്നുള്ളതായിരിക്കുന്ന ചിന്ത നിന്നെ ഭരിച്ചതായിരിക്കുന്ന ആ നിമിഷം മുതൽ ഇത് കാണുന്നവനായ നിന്നെ ആ സ്ഥാനത്താക്കിയവനായ ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവം പറയാണ്, മനുഷ്യ, നിന്റെ ഉന്നത പുരുഷനെ, നിന്റെ ഉന്നത പാപം എന്ത് ചെയ്യും? കുനിയും. യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. യഹോവ മാത്രം എന്ത് ചെയ്യാ? അന്നാളിൽ ഉന്നതനായിരിക്കും. സ്തോത്രം. ഇപ്പൊ ഇവിടെ ആരും ഉന്നത ഭാവത്തിൽ അങ്ങോട്ട് പോകുന്നില്ല. പലതൊക്കെ ഉണ്ട്. കാറുണ്ട്, വലിയ വലിയ വാഹനങ്ങളുണ്ട്, സ്തോത്രം, ഫ്ലൈറ്റുകളുണ്ട്, ട്രെയിനുണ്ട്, വ്യക്തിപരമായിട്ട് മറ്റുള്ളതായിരിക്കുന്ന ഇഷ്ടം പോലെ വാഹനങ്ങളുണ്ട്, പ്രൈസലോ, എസ്റ്റേറ്റുകളുണ്ട്, പല വീടുകൾ, കൊട്ടാരങ്ങളുണ്ട്. എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ലോക്ക്ഡൗൺ വന്നോട് ഒപ്പം അവനവൻ്റെ ഭവനത്തിൽ, അവനവൻ്റെ കൂടാരത്തിൽ, അവനവൻ്റെ റൂമിൽ ഇരുന്നോണം. സ്തോത്രം. സകല ഉന്നതന്മാരുടെ ഭാവത്തെ എല്ലാം സർവശക്തനായ ദൈവം എന്തിയാണ്? ഇല്ലാതെയാക്കിയിരിക്കുക. ഉന്നതൻ മരിച്ചാൽ ഏതെല്ലാം നിലകളുമായിരിക്കുന്ന അടക്കമായിരുന്നു. മുഖ്യമന്ത്രി മുതൽ പ്രൈസ്ലോ വാർഡ് മെമ്പർ വരെ കടന്നു വന്ന അനുശോചനം രേഖപ്പെടുത്തി പൊക്കി പറഞ്ഞ ഉന്നത ഭാവത്തിലെ കൊണ്ട് എന്തിയാണ് ധനവാനെ പോലെ അടക്കുന്നതായിരിക്കുന്ന ഒരു അടപ്പായിരുന്നു. പ്രൈസ്ലോ ഈ മഹാമാരി കടന്നു വരുന്നതിന് മുമ്പ് വരെ. എന്നാൽ എന്തിയാണ്, എത്ര ഉന്നതൻ മരിച്ചാലും പ്രൈസലോ അഥവാ കോവിഡ് എന്നതായിരിക്കുന്ന മഹാമാരി പിടിച്ച ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു പോയാൽ നീ എത്ര കോടീശ്വരനായിരുന്നാലും, എത്ര ഉന്നതനായിരുന്നാലും, ഉന്നത ഭാവത്തിൽ നടന്നവനായിരുന്നാലും നിന്നെ അടക്കുവാൻ ഹല്ലേലൂയ നിന്റെ പ്രിയപ്പെട്ടവളോ, നിന്റെ പ്രിയപ്പെട്ടവനോ, നിന്റെ തലമുറയോ, ബന്ധുമിത്രാദികളോ, ജനത്തിലെ ശ്രേഷ്ഠന്മാർക്കോ ആർക്കും കടന്നു വരുവാൻ കഴിയുന്നില്ല. ആർക്കും കാണുവാൻ കഴിയാത്തതായ നിലകളിൽ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ഹല്ലേലൂയ നിന്നെ കൊണ്ട് തള്ളും. ആമേൻ. ദൈവത്തിന്റെ വചനത്തിന്റെ നിവർത്തി ഈ നാളുകളിൽ ദൈവജനമേ നിറവേറിക്കൊണ്ടിരിക്കുക. എന്നാ അതിന്റെ മധ്യത്തിൽ ഏത് മഹാനായിരുന്നാലും, അഗതികളായിരുന്നാലും, ശാസ്ത്രിമാരായിരുന്നാലും, പ്രവാചകന്മാരായിരുന്നാലും, രാജാക്കന്മാരായിരുന്നാലും, ഹല്ലേലൂയ പ്രധാനമന്ത്രിയായിരുന്നാലും, മുഖ്യമന്ത്രിയായിരുന്നാലും, MLA ആയിരുന്നാലും, MP ആയിരുന്നാലും, അവരുടെയൊക്കെ ഉന്നതഭാവം കുനിയുമെന്ന ദൈവത്തിന്റെ വചനം വളരെ ശക്തമായിട്ട് ഹല്ലേലൂയ പ്രവാചകനായിരിക്കുന്നതായ യെശയ്യാവ് മുന്നമേ എഴുതപ്പെട്ട ചരിത്രമായി ഈ തിരുവചനത്തിൽ ഹല്ലേലൂയ രേഖപ്പെടുത്തുവാനിടയായതാ. ഇന്നത് നിറവേറിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇവരുടെ എല്ലാ മധ്യത്തിൽ ഉണ്ടായിരുന്നവനായ ദൈവം, ആ ദൈവം ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന മനുഷ്യനായി, ദൈവപുത്രനായി കടന്നു വന്നവനായ കർത്താവ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഉന്നത ഭാവം ഇന്ന് തന്നെ അവൻ അത്യുന്നതനായി. സകലവും ഉന്നതന്മാരിലും അത്യുന്നതനായി അവൻ ഇന്നും നിലകൊള്ളുകയാ. പ്രൈസ് ദി ലോർഡ്. ഉന്നത ഭാവം ഉണ്ടായിരുന്നതായിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ മട്ടം വന്നപ്പോൾ നിന്നെ ആ ഉന്നത പദവിയിൽ കൊണ്ട് ആക്കി വെച്ചവനായ ദൈവത്തിൽ നിന്ന് ഹല്ലേലൂയ നിന്റെ ഭാവം മുഖാന്തരമായി മാറിപ്പോയപ്പോൾ നിന്നെ ആക്കി വെച്ചവനായ ദൈവത്തിന് ഇന്നുവരെ ഒരു മാറ്റമില്ല. അവൻ സകല ഉന്നതന്മാരിലും അത്യുന്നതനായ ദൈവമോ. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ
പ്രൈസ് ദി ലോർഡ്. നമുക്ക് വീണ്ടും ചില കാര്യങ്ങൾ കൂടി കാണുവാനിടയാകും. അന്നാളിൽ യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ, സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ, ഗർവവും ഗർഭവും ഉന്നത ഭാവവുമുള്ള എല്ലാറ്റിന്മേലും നിഗളമുള്ള എല്ലാറ്റിന്മേലും വരും. അവയെല്ലാം എന്ത് ചെയ്യാണ്? താണുപോകും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്നെന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? കൂനിന്മേൽ കൂന് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പ്രൈസ് ദി ലോർഡ്, മഹാമാരി വികരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആയിരങ്ങൾ പതിനായിരങ്ങള് സ്തോത്രം ഭൂമിയിൽ നിന്നും അവൻ തുടച്ചു മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഉന്നത ഭാവത്തിൽ നടന്നവർ, നിലത്ത് കാലും തൊടിക്കാതെ നടന്നവർ, പ്രൈസ് ദി ലോർഡ്, ഇന്നെന്തു പറ്റി? ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഇതാ വലിയ മഴയും വെള്ളപ്പൊക്കവും കടന്നു വന്നിരിക്കുക. അപ്പോൾ തന്നെ ഭൂലോകത്തിന് മധ്യസ്ഥലമായിരിക്കുന്ന യെരൂശലേമിന്റെ മധ്യത്തിൽ വസിക്കുന്നതായിരിക്കുന്ന അബ്രഹാമിന്റെ സന്തതികളായിരിക്കുന്ന ഹല്ലേലൂയ ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ 12 മക്കളായിരിക്കുന്ന ഗോത്രപിതാക്കന്മാർ, അല്ലെങ്കിൽ അവിടെ തലമുറകൾക്കുള്ളതായിരിക്കുന്ന അവകാശത്തിന് മേൽ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുന്നതായിരിക്കുന്ന യഹൂദൻ, ലോകത്തിന്റെ ഘടികാരമായിരിക്കുന്ന യഹൂദൻ അഥവാ ഇസ്രായേൽ ഇന്ന് എഴുന്നേറ്റിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെയും എന്തിയാണ്? ഉന്നത ഭാവം ആയിരുന്നത് കൊണ്ട് അവിടെ ഈ നൂറുകണക്കിന് മനുഷ്യരെന്തിയാണ്? കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതൊരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് ചെന്നെത്തുമോ എന്നുള്ളതായിരിക്കുന്ന സംശയത്തിലാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം. പ്രൈസ് ദി ലോർഡ്. ലോകത്തിനെവിടെ സ്വസ്ഥത? ലോകത്തിലെവിടെ സമാധാനം? ദൈവം നൽകിയതായിരിക്കുന്നതായ ശിഷ്ടായസ് മുഴുവനും ജീവിപ്പാൻ കഴിയുമോ എന്നുള്ളതായിരിക്കുന്ന ചിന്തകളിലാണ് ലോക ജനങ്ങളെല്ലാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദൈവം എന്തെല്ലാം തന്നോ അതൊന്നും ഹല്ലേലൂയ ദൈവം തന്നതായിരിക്കുന്ന ദാനമാണെന്നറിയാതെ ഉന്നത ഭാവത്തിൽ നടക്കുന്നതായിരിക്കുന്നതായ നിന്റെ കണ്ണുകുഴിയേ എന്റെ ദൈവം നിന്നെ താട്ടുകേ. ഹല്ലേലൂയ. അവൻ എന്റെ ദൈവത്തിയാണ്. നീ പുറത്തിറങ്ങുവാൻ കഴിയാത്തതായ നിലകളിൽ നിന്റെ റൂമാണെങ്കിൽ, നിന്റെ വീടാണെങ്കിൽ, നിന്റെ കൊട്ടാരമാണെങ്കിൽ എന്റെ ദൈവം എന്തിയാണ്? അതിനെ ലോക്ക്ഡൌൺ ആക്കി തീർക്കുന്നവനായ ദൈവമോ? സ്തോത്രം. മനുഷ്യന് ഉന്നതത്തിൽ നടന്നവർക്ക് എന്നെക്കൊണ്ട് ചിലത് നടക്കും, ഞാൻ ചിലത് ചെയ്യും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്ന് വിചാരിച്ചതായിരിക്കുന്നതായ വ്യക്തി ജീവിതങ്ങൾക്ക്, പ്രൈസ് ദി ലോർഡ്, രാഷ്ട്ര പാർട്ടികൾക്ക്, മന്ത്രിമാർക്ക് ചലിക്കുവാൻ കഴിയാത്തതായിരിക്കുന്ന നിലകളിൽ എന്തിയാണ്? ലോകം മാറിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വചനത്തിൽ യോബ് പറയാണ്, ഹല്ലേലൂയ, ഞാൻ എന്തിയാണ്? കാറ്റിന്റെ പ്രൈസ് ദി ലോർഡ്, കാറ്റിന്റെ ഭണ്ഡാരത്തെ ഞാൻ തുറന്നു വിടുമെന്ന സർവശക്തനായ ദൈവം ഹല്ലേലൂയ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തുവാനിടയായി. ഇന്നത്തെ വാർത്തയിൽ നമുക്ക് കേൾക്കുവാനിടയായി. നാളെ കൊടുങ്കാറ്റുകള്, ചുഴലിക്കാറ്റുകളൊക്കെ എന്തിയാണ് വരുമെന്ന. എന്നാൽ ഉന്നതന്മാർക്കാർക്കും എന്തിയാണ്? ഈ കൊടുങ്കാറ്റിനെയോ, ഈ ഹല്ലേലൂയ ചുഴലിക്കാറ്റിനെയോ, ഹല്ലേലൂയ ഈ പേമാരിയോ, ഒന്നിനെ ഈ വെള്ളപ്പൊക്കത്തെയോ ആർക്കും എന്തിയാണ് തടയുവാൻ കഴിയത്തില്ല. സ്തോത്രം. എന്റെ ദൈവം നോഹയുടെ കാലത്തെ പോലെ ഭൂമിയുടെ ഉറവുകളെ തുറന്നു കഴിഞ്ഞാൽ, ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ അവൻ സൂക്ഷിച്ചിരിക്കുന്ന ആ കാറ്റുകളിനെ അവൻ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇതാർക്ക് തടയുവാൻ കഴിയും? അതുകൊണ്ട് ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ,
കഴിഞ്ഞ നാളുകളിൽ നിന്റെ ഉന്നത ഭാവങ്ങളെ വെടിഞ്ഞ, നിന്റെ നിഗളങ്ങളെ വെടിഞ്ഞ, ഹല്ലേലൂയ, നിന്നെ ഉയർത്തി കൊണ്ടുവന്നവനായ സൃഷ്ടിതാവാം ദൈവത്തിലേക്ക് ഈ നാളുകളിൽ നീ ഒന്ന് മടങ്ങി വരേണ്ടതാവും സഭ. പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് അന്ത്യകാലത്ത് നടക്കുവാൻ പോകുന്നതായിരിക്കുന്ന പ്രവചനങ്ങളെ വിശുദ്ധ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരമാണ്. സൈന്യങ്ങളെ യഹോവയുടെ നാൾ എന്തിയാണ്? ഗർവവും ഉന്നതഭാവമുള്ള എല്ലാറ്റിന്മേലും നിങ്ങളുമുള്ള എല്ലാറ്റിന്മേലും വരും. സ്തോത്രം. അവയെല്ലാം എന്ത് ചെയ്യാണ്? താണുപോകും. മനുഷ്യ നിന്റെ ഉന്നതിയിലേക്ക് കൊണ്ട് എത്തിച്ചതാണ് ദൈവമാണ്. ഇവിടെ 5 വയസ്സ് ഉള്ളതായിരിക്കുന്ന പിള്ളേർക്ക് അവര് നിലത്തെ അഥവാ നമ്മുടെ മുറ്റത്തെ കല്ലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുമ്പോൾ ദൈവത്തിന് സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേലിൽ പാർക്കുന്നതായിരിക്കുന്ന യഹൂദന്റെ തലമുറ എന്ത് ചെയ്യാണ്? അവർ കമ്പ്യൂട്ടറാണ് കൈകാര്യങ്ങൾ ചെയ്യുന്നത് 5 വയസ്സിൽ. കാരണം ഈ പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ 1/3 ഭാഗമുള്ളതായിരിക്കുന്നതായ ഹല്ലേലൂയ ഇസ്രായേൽ അവരുടെ ജീവിതത്തിൽ സർവശക്തനായ ദൈവം പഴയ നിയമ ചരിത്രം പഠിക്കുമ്പോൾ, യഹൂദ ചരിത്രം പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അന്യജാതിക്ക് അവരോട് യുദ്ധം ചെയ്തപ്പോൾ, അവർ പരാജയത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി കടന്നു വന്ന ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തതായിരിക്കുന്നതായ സന്ദർഭം ദൈവത്തിന്റെ വചനത്തിലൂടെ കാണുവാനിടയാകും. അന്ത്യകാല യുദ്ധത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അന്നാളിൽ അവിടെ വിരത്തുമ്പുകളിലൂടെ എന്തിയാണ് ഹല്ലേലൂയ യുദ്ധ ഉപകരണങ്ങൾ പുറപ്പെടുവാനിടയാകുമെന്ന ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അതുകൊണ്ട് ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം ഈ ചെറിയ രാജ്യമായിരിക്കുന്നതായ ഇസ്രായേലിന്റെ ഭയമാ. കാരണം എന്താ? കൽദയുടെ പട്ടണമായിരിക്കുന്ന ഊരിൽ നിന്നും സർവശക്തനായ ദൈവം വിളിച്ചിറക്കിയതായിരിക്കുന്ന അബ്രഹാമിന്റെ സന്തതിയാ. ഇന്നുള്ള ജനതകൾ മുഴുവനും നമ്മൾ പഠിച്ചാൽ അവിടെ എല്ലാം പിതാവ് അബ്രഹാമായിട്ട് നിൽക്കുക. അബ്രഹാമിന്റെ പിതാവായിരിക്കുന്ന തേരകിന്റെ ജോലി ദൈവത്തെ വിറ്റ ഉപജീവനം കഴിക്കുകയായിരുന്നു. ഈ ഭൂമിയിൽ ഹല്ലേലൂയ 33 കോടി ദേവന്മാരെ കാണുവാനിടയാകും. അവിടെ ഉപഗണങ്ങളായിരിക്കുന്ന ദേവന്മാരെ കാണുവാനിടയാകും. അവരെല്ലാം സേവിച്ചും ആരാധിച്ചും ആ ദൈവങ്ങളെ എല്ലാം ഉണ്ടാക്കി വിവിധ നിലകൾ കല്ലുകൾ കൊണ്ടും മണ്ണുകൾ കൊണ്ടും വിവിധ ലോകങ്ങൾ കൊണ്ടും തടികൾ കൊണ്ടും ഉണ്ടാക്കി ഉണ്ടാക്കുന്നതായിരിക്കുന്ന ജോലിയായിരുന്നു തേരകന. കൽദയുടെ പട്ടണമായിരിക്കുന്ന ഊരിൽ. എന്നാൽ തന്റെ മകനായിരിക്കുന്ന അബ്രഹാം അപ്പൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായ ആ ദൈവങ്ങളെല്ലാം അതിൻ്റെതായിരിക്കുന്ന നിലകൊള്ളായിരിക്കുന്നതായ കളറുകൾ അടിച്ച പ്രഭാതത്തിൽ അപ്പൻ എന്ത് ചെയ്യാണ്? ഈ ദൈവങ്ങളെ കുട്ടയിലാക്കി മകൻ എന്ത് ചെയ്യാണ്? അബ്രഹാം വഴിയോരങ്ങളിൽ പട്ടണങ്ങളിൽ ഗ്രാമങ്ങളിൽ കൊണ്ടുപോയി നടന്ന അതിനെ വിറ്റ ഉപജീവനം കഴിച്ചതായിരിക്കുന്നതായ ഒരു പിതാവിന്റെ മകനാണ് അബ്രഹാം. അബ്രഹാമിനെ തേജോ മകനായ ദൈവം വിളിച്ചു വേർതിരിച്ചു. അബ്രഹാമിനോട് പറഞ്ഞ, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നീ ആരെ അനുഗ്രഹിക്കുന്നു അവരെല്ലാം ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നീ എന്ത് ചെയ്യാണ്? ഞാൻ കാണിപ്പാൻ ഇരിക്കുന്നതായ ദേശത്തേക്ക് നീ പുറപ്പെടണം. ഒരു പാലും തേനും വീഴുന്നായിരിക്കുന്നതായ കനാൻ ദേശത്തെ സർവശക്തനായ ദൈവം അബ്രഹാമിന് കാണിച്ചു കൊടുത്തു. നിന്നെ ഞാൻ വലിയ ജാതിയാക്കും. നിന്റെ ജനസംഖ്യ ആർക്കും എണ്ണുവാൻ കഴിയത്തില്ല. കരയിലെ മണൽത്തരി പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ
ഞാൻ നിന്റെ തലമുറകളെ ആക്കി തീർക്കും. കൽദയുടെ പട്ടണമായിരിക്കുന്ന ഊരിൽ നിന്ന് പുറപ്പെട്ടതായിരിക്കുന്ന അബ്രഹാം ബന്ധുമിത്രാദികളെ ചാർച്ചക്കാരെ ജനിച്ചു വളർത്തപ്പെട്ടതായിരിക്കുന്നതായ ദേശം വിട്ടിറങ്ങിത്തിരിപ്പാനിടയായി. കൂടാരത്തിൽ പാർത്തോ, യാഗപീഠങ്ങൾ പണിത് തേജോ മകനായ ദൈവത്തെ കണ്ടുകൊണ്ട പാലും തേനുമെന്നായിരിക്കുന്നതായ കനാൻ ദേശത്തെ ലക്ഷ്യമാക്കി അബ്രഹാമും സാറായും തന്റെ ഒപ്പനായിരിക്കുന്ന തേരകം, സഹോദരപുത്രനായിരിക്കുന്ന ലോത്തും, തന്റെ കാര്യവിചാരകനായിരിക്കുന്ന എലയാസറും എന്ന് വേണ്ട ഹല്ലേലൂയ ചില രക്തബന്ധങ്ങളുമായിട്ട് അബ്രഹാം ഇറങ്ങിത്തിരിപ്പാനിടയായി. എന്നാൽ അബ്രഹാമിനെ സർവശക്തനായ ദൈവം അവിടെ അനുഗ്രഹിച്ചു. അബ്രഹാം ദൈവത്തോട് ചോദിക്കുക, നീ എന്നെ വിളിച്ചിറക്കി, നീ എന്നെ അനുഗ്രഹിച്ച് എന്റെ ഈ ഭൗതിക നന്മകൾക്കെല്ലാം അവകാശിയായി ഈ എലയാസർ ആയിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സർവശക്തനായ ദൈവം പറഞ്ഞില്ല, അബ്രഹാമേ, ഞാൻ നിന്റെ ഉദരത്തിൽ നിന്നും തന്നെ നിന്റെ അവകാശിയായി തീരുവാൻ ഞാൻ നിനക്കൊരു തലമുറയെ നൽകും. അങ്ങനെ മമ്രയുടെ തോപ്പിലായിരുന്നു കൊണ്ടാ ഇരിക്കുന്ന സമയത്ത് സർവശക്തനായ ദൈവത്തിന്റെ ദൂതന്മാർ അവിടെ കടന്നു ചെല്ലുവാനിടയായി. ദൈവം തന്നെ പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേകനായ ദൈവത്തിന് നിലായിരിക്കുന്നതായ ദൂതന്മാർ അവിടെ കടന്നു ചെന്നു. അബ്രഹാമും സാറായും അവരെ സൽക്കരിച്ചു. സാറായോട് പറഞ്ഞ അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ ഹല്ലേലൂയ നീ ഒരു തലമുറയെ നിന്റെ മറവോടടയ്ക്കും. വയസ്സ് 90-100 പുത്ര ഉൽപാദന ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന അബ്രഹാമിനോട് സാറായോട് സർവശക്തനായ ദൈവം ദൈവിക അരുളപ്പാട് പറയുവാനിടയായി. സ്തോത്രം. എന്നാൽ അബ്രഹാമിന് തലമുറ ഇല്ലാതെ വന്നപ്പോൾ അബ്രഹാം എന്ത് ചെയ്യാണ്? വളരെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ സാറായി പറഞ്ഞു, നിന്റെ ദാസിയായിരിക്കുന്ന ഹാഗാറിലേക്ക് കടന്ന് ചെല്ലുക. അങ്ങനെ ആഹാറിൽ നിന്ന് ജനിച്ച സന്തതിയാണ് ഇസ്മായേൽ. അറബ് രാഷ്ട്രത്തിൽ ഉള്ളതായിരിക്കുന്ന ഇസ്മായേൽ മുഴുവനും മുസ്ലിങ്ങൾ മുഴുവനും എന്തിയാ നമുക്ക് കാണുവാനിടയാക്കുന്നു. എന്നാൽ വാഗ്ദത്ത സന്തതിയെ സർവശക്തനായ ദൈവം പറഞ്ഞതുപോലെ നൽകി. അതാണ് ഇസ്ഹാക്ക്. വാഗ്ദത്ത സന്തതിയും ഇസ്ഹാക്കും അഥവാ വാഗ്ദത്ത സന്തതിയും ജഡീക സന്തതിയായിരിക്കുന്നതായ ഇസ്മായേലും ഒന്നിച്ചു പോകാതെ വന്നപ്പോൾ അല്ലെങ്കിൽ വാഗ്ദത്ത സന്തതിയുടെ മാതാവായിരിക്കുന്ന സാറായി അബ്രഹാമിനോട് യജമാനോട് പറയാണ്, ഹല്ലേലൂയ, ഈ ദാസിയെ മകനെ പുറത്താക്കുവാൻ അന്ന് മുതൽ യുദ്ധം തുടങ്ങിയതാ. വാഗ്ദത്ത സന്തതിയായിരിക്കുന്ന യഹൂദനോട് അന്ന് മുതൽ യുദ്ധം തുടങ്ങിയതാ. ജഡീക സന്തതിയായിരിക്കുന്നതായ ആഹാറിന്റെ സന്തതികളായിരിക്കുന്നതായ അറബി രാഷ്ട്രങ്ങളും മുസ്ലിങ്ങളും എന്തിയാണ് അന്ന് മുതൽ സത്യദൈവത്തെ സേവിക്കുന്നതായിരിക്കുന്ന പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ വിശ്വസിക്കുന്നതായിരിക്കുന്നതായ യഹൂദനോടും ദൈവമക്കളോടും അന്ന് മുതൽ ഇന്നുവരെ യുദ്ധം നിലനിൽക്കിയ ആ വാഗ്ദത്ത സന്തതിയായിരിക്കുന്ന ഇസ്ഹാക്കിന്റെ മകനായിരിക്കുന്ന യാക്കോബിൽ നിന്നും ജനിക്കപ്പെട്ടതായിരിക്കുന്നതായ 10 തലമുറയാണ് ഇന്ന് ലോകത്തിന്റെ ഘടികാരമായിരിക്കുന്നതായ യഹൂദൻ അല്ലെങ്കിൽ ഇസ്രായേൽ. അവിടെ വാസം ഭൂലോകത്തിന്റെ മധ്യസ്ഥലമായിരിക്കുന്ന യെരൂശലേമിലാണ്. അവിടെയാണ് അവർക്ക് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി സാക്ഷാൽ ദൈവം തന്നെ വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്നവനായ കർത്താവായ യേശു ക്രിസ്തു. എന്നാൽ അവൻ ഞങ്ങളുടെ മസിഹായല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ സാക്ഷാൽ കർത്താവായ അവർ തള്ളിക്കളഞ്ഞപ്പോൾ ഹല്ലേലൂയ അവൻ ജാതികളിലേക്ക് തിരിയുവാനിടയായി. അങ്ങനെയാണ് ഒരു ക്രിസ്തു മാർഗം ഭൂമിയിൽ ഉണ്ടാകുവാനിടയായത്. സ്തോത്രം.
അവർക്കും ആരായിരിക്കുന്ന അബ്രഹാം വിശ്വാസികളുടെ പിതാവായി തീർന്നു. അങ്ങനെയെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ലോകരാഷ്ട്രങ്ങളിലായിരിക്കുന്ന സകല അറബികളുടെയും മുസ്ലിങ്ങളുടെയും പ്രൈസ് ദി ലോർഡ് പിതാവ് അബ്രഹാമാണ്. ഇസ്ഹാക്ക് വാഗ്ദത്ത സന്തതിയായിരിക്കുന്നത് കൊണ്ട് പ്രൈസ് ദി ലോർഡ് യഹൂദന്റെ ഇസ്രായേലിന്റെ പ്രൈസ് ദി ലോർഡ് പിതാവ് അബ്രഹാമാണ്. ദൈവസന്നിധിയിൽ അവൻ അബ്രഹാം ആരായിരുന്നു? ജാതിയായിരുന്നു, അന്യ ദൈവങ്ങളെ സേവിച്ചവരായിരുന്നു, അല്ലെങ്കിൽ അന്യ ദൈവങ്ങളെ ആരാധിച്ചവരായിരുന്നു, അന്യ ദൈവങ്ങളെ വിട്ടുപജീവനം കഴിച്ചവരായിരുന്നു. എന്നാൽ യഥാർത്ഥ തേജോമകനായിരിക്കുന്നതായ സർവശക്തനായ ദൈവത്തെ കണ്ടതുകൊണ്ട് യഹൂദൻ ഒഴിച്ചു ബാക്കി ഈ ഭൂമിയിലായിരിക്കുന്ന സകല മനുഷ്യരും ജാതികളാണ്, ദൈവമില്ലാത്തവരാണ്. അങ്ങനെയെങ്കിൽ അവരുടെ പിതാവും അബ്രഹാം അവരുടെ പിതാവാണ്. അതുകൊണ്ട് ഇസ്രായേലിനോട് യഹൂദനോട് കളിച്ചാൽ അവർക്ക് വേണ്ടി എഴുന്നേൽക്കുന്നവനായ ഒരു സൃഷ്ടിതാവാൻ ദൈവമുണ്ടായി എന്ന ഇന്ന് രാത്രികാലം പ്രൈസ് ദി ലോർഡ് ഈ സോഷ്യൽ മീഡിയയിലൂടെ എന്നെ കാണാതിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നാം ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ് വിഷയങ്ങളിൽ നിന്നുമൊക്കെ അല്പം മാറിപ്പോയി വായിച്ചതായ തിരുവചനത്തിലേക്ക് അതിന്റെ അവസാന ഭാഗം ഇപ്രകാരമാണ് വായിക്കുന്നത്. അതുകൊണ്ട് എന്തിയാണ് എല്ലാറ്റിന്മേലും വരും അവൻ താണുപോകും. നീ എത്ര വലിയ ഉന്നതനാണെന്ന് പറഞ്ഞില്ലും, നീ എത്ര വലിയ ലോകരാഷ്ട്രത്തിന്റെ അത്യുത്ത കോടി നിൽക്കുന്നവനായിരുന്നാലും പ്രൈസ് ദി ലോർഡ് അത് ജ്ഞാനം കൊണ്ട്, പണം കൊണ്ട്, രാഷ്ട്രത്തിന്റെ പദവി കൊണ്ട്, പ്രൈസ് ദി ലോർഡ് ഏതു വലിയവനായിരുന്നാലും ഒരുവനെ താഴ്ത്തുകയും ഒരുവനെ ഉയർത്തുകയും ചെയ്യുന്നവനായ സർവശക്തനായ ദൈവമുള്ള കാര്യം മറന്നുപോകണ്ട. ആ ദൈവം പറയാണ്, അവൻ അവ എന്ത് ചെയ്യും? താണുപോകും. പ്രൈസ് ദി ലോർഡ്. ഒരു തിരുവചനം കൂടി വായിച്ച് ഞാൻ എൻ്റെ വാക്കിൽ നിന്നും വിരമിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവപാദപീഠങ്ങളിൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം 4-ാമത്തെ വാക്യം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം 4-ാമത്തെ വാക്യം. സ്തോത്രം. അവൻ എന്തിയാണ്? കൊടിയ വ്യാധികളാൽ മരിക്കും. ആരും അവരെ കുറിച്ച് വിലാപം കഴിക്കുകയില്ല, അവരെ കുഴിച്ചിടുകയോ ചെയ്യാതെ അവരെന്തിയാണ്? നിലത്തിന് വളമായി തീരും. ഈ പ്രവചന നിവർത്തികള് ലോകരാഷ്ട്രങ്ങളിൽ മുഴുവനും ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ സകല വൻകരകളിലും നടന്നുകൊണ്ടിരിക്കുകയല്ലേ? സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ നല്ല നിലകളുള്ളതായിരിക്കുന്ന യാത്രയെപ്പോഴും നടത്തിയതായിരിക്കുന്നതായ രാജ്യമേ, പുരോഹിതന്മാരെ, രാജകീയ ഭരണകർത്താക്കളെ, ഉന്നത ഭവനത്തിലായിരുന്നായ വ്യക്തി ജീവിതമേ, നിന്റെ പ്രിയപ്പെട്ടവർക്ക് അവരുടെ പദവി അനുസരിച്ച, നിന്റെ പണം അനുസരിച്ച, നിന്റെ ശ്രേഷ്ഠത അനുസരിച്ച, നിന്റെ കുല മഹിമയനുസരിച്ച, ഹല്ലേലൂയ, നിന്റെ പല പ്രിയപ്പെട്ടവർ മരിച്ചിട്ട് ഇതുവരെ വേണ്ടതുള്ളതായിരിക്കുന്ന ഒരു ശവ സംസ്കാരം അവർ യാത്രയപ്പ ഹല്ലേലൂയ കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. നാളെ പകൽക്കാലം ഞാൻ ഒരു ഭൗതിക ശരീരം അടയ്ക്കുവാൻ പോകുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്നതിൻ്റെ പാസ്റ്ററിനെ കണ്ടു പറഞ്ഞു, പാസ്റ്റേ, ഇത്ര പേർ മാത്രമേ അതിൽ പങ്കെടുക്കാൻ പാടുള്ളൂ, ഇത്ര പേർ മാത്രമേ ഉള്ളൂ സെമിത്തേരിയിൽ വരുവാൻ പാടുള്ളൂ എന്നൊക്കെ നേരത്തെ പറയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്?
മനുഷ്യൻ്റെ നികളവും അവൻ്റെ അഹംഭാവവും അവൻ്റെ ഗർഭവും അവൻ്റെ ഉന്നത പദവിയും കണ്ടവൻ ദൈവത്തിൽ നിന്നും അവനെ ഇത്രത്തോളം കൊണ്ടുവന്നവനായ സൃഷ്ടാവിൽ നിന്നും മറന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ സർവശക്തനായ ദൈവം പറയാണ്, ഞാൻ ഇതിയാണ് വലിയ വ്യാധിയെ എന്താ വായിച്ചാട്ടെ, അവർ കൊടിയ വ്യാധികളാൽ മരിക്കും. കൊടിയ വ്യാധി, കൊടിയ വ്യാധിയാണോ? കണ്ണുകൊണ്ട് കാണാൻ പോലും മേലാത്തതായിരിക്കുന്നതായ ഒരു വൈറസ്, സോപ്പ് വെള്ളം കാണുമ്പോൾ ഓടിപ്പോകുന്ന കൊറോണ മഹാമാരി, സാനിറ്റൈസർ കയ്യിൽ വെച്ചാൽ പമ്പ കിടക്കുന്ന നശിച്ചു പോകുന്ന ഇതാണ് കൊടിയ വ്യാധി. സ്തോത്രം. എടാ, ദൈവം ഉന്നതനാ. ദൈവത്തിന് ഈ ഭൂമിയിലെ അവൻ സൃഷ്ടിച്ചതായിരിക്കുന്നതായ പാപമംഗലമായി ജീവിക്കുന്നതായിരിക്കുന്ന ദൈവത്തോടങ്ങുന്നതായിരിക്കുന്നതായ ജനത്തോട് അവൻ എന്ത് ചെയ്യാണ്? ന്യായവിധി നടത്തുന്നവനായ ദൈവമാണ്. നമ്മുടെ ദൈവങ്ങളുടെ കാര്യം മറന്നു പോകരുത്. ഈ ലോകത്തെ ദൈവം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തെ ദൈവം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും ദൈവം ഒരു ശിഷ്ടഗണത്തെ വേർതിരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ന്യായവിധി അല്ലാതെ ഇത് മറ്റെന്താണ്? അവൻ കൊടിയ വ്യാധിയാൽ എന്ത് ചെയ്യാണ്? മരിക്കും. ആരും അവനെ കുറിച്ച് കരയണ്ട, അവനെ കുറിച്ച് വിലപിക്കണ്ട. വിലപിപ്പാൻ തുടങ്ങിയാൽ സ്തോത്രം, നമ്മുടെ പോലീസ് അധികാരികൾ ഓടിയെത്തും. എന്ത് ചെയ്യാണ്? വിട്ടുപോകളാൻ പറയും. അവിടെ അലച്ചു കുവിച്ച കരച്ചിലും കഴിഞ്ഞ നാളുകളിലെ പോലെയൊന്നും വേണ്ടെന്ന, അത് ചെയ്യുവാൻ പറ്റത്തില്ലെന്ന വിശുദ്ധ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആരും അവരെ കുറിച്ച് എന്ത് ചെയ്യാണ്? വിലാപം കഴിക്കുകയോ അവരെ കുഴിച്ചിടുകയോ ചെയ്യത്തില്ല. അവരെന്ത് ചെയ്യാണ്? നിലത്തിന് വളമായി കിടക്കും. നല്ല വില കൊണ്ട് തീട്ടിപ്പെട്ടി മേടിച്ച ഹല്ലേലൂയ അടക്കിക്കൊണ്ടിരുന്നായിരിക്കുന്ന നാട്യന്മാർ, ഉന്നതന്മാർ, നേതാക്കന്മാർ, ഭരണകർത്താക്കൾ, ഹല്ലേലൂയ കോവിഡ് വന്നു കഴിഞ്ഞാൽ അവരെ ആദ്യം ചുറ്റുന്നത് എന്തിയാണ്? ഹല്ലേലൂയ പ്ലാസ്റ്റിക് കൊണ്ട് അവരെ ചുറ്റുവാനിടയാകും. ദൈവബന്ധപ്പെടങ്ങൾ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ വചനത്തിന്റെ നിവർത്തികള് നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അന്ത്യകാലമാണ്. അതുകൊണ്ട് ഈ അന്ത്യകാലത്തിലേക്ക് ഇതുവരെ കർത്താവിനെ അറിയാത്തതായ, സത്യദൈവത്തെ അറിയാത്തതായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നോട് ഞാൻ വിളിച്ചു പറയാണ്, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. നീ മടങ്ങി വരിക. നമ്മുടെ കേരളത്തിൽ 20-ാം തീയതി സത്യപ്രതിജ്ഞ നടക്കുകയാണല്ലോ. വിശുദ്ധ തിരുവചനം പറയുന്നുണ്ട്, ഭരണകർത്താക്കൾക്ക് ഓർത്ത് പ്രാർത്ഥിക്കണം. അവരെല്ലാം ഓർത്ത് ഞങ്ങൾ ഇപ്പോഴേ പ്രാർത്ഥന തുടങ്ങിയിരിക്കുക. എന്നാൽ പ്രകൃതി വിരുദ്ധമായിരിക്കുന്നതായ പ്രവൃത്തി, ദൈവിക ന്യായവിധികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോകമെന്തായിത്തീരുമെന്ന് പ്രാർത്ഥിക്കുന്നൊരു ദൈവവേദനയിൽ പോലും കഴിഞ്ഞ നാളുകളിൽ പ്രവചിക്കുന്നതായിരിക്കുന്ന ഒരു ദൈവവേദനയിൽ പോലും ആർക്കും കഴിയുവാൻ കഴിയാത്തായിരിക്കുന്ന പ്രവചനം നിവർത്തി, മുന്നമേ എഴുതപ്പെട്ട ചരിത്രമായിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ നിവർത്തി നിറമാടിക്കൊണ്ടിരിക്കുക, നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ ലോകം എന്തായി തീരുമെന്ന് ആർക്കും പറയുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ നാളുകളിൽ നീ സൃഷ്ടിതാവിങ്കിലേക്ക് ഇറങ്ങുക, സൃഷ്ടിതാവിങ്കിലേക്ക് മടങ്ങുക. അതാണ് ദൈവം തൻ്റെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന്റെ പ്രവാചക പുസ്തകം അതിന്റെ പ്രാരംഭത്തിൽ തന്നെ ഒരു തിരുവചനം നമുക്ക് കാണുവാൻ ഇടയാകുന്നുണ്ട്. ദൈവത്തിൽ നിന്നും അകന്നു കിടക്കുന്നതായിരിക്കുന്നതായ ജനത്തെ കുറിച്ച് സർവശക്തനായ ദൈവം പറയാണ്, കാളുകൾ എന്ത് ചെയ്യാണ്? അതിന്റെ പുൽത്തൊട്ടി അറിയുന്നു. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. ദൈവത്തിനു മഹത്വം. അതുകൊണ്ട് വായിച്ചു കേൾപ്പിച്ച എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിപ്പാൻ ആഗ്രഹിക്കുന്നു.
അതിൻ്റെ 6 മുതൽ വായിച്ചാട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കാള തന്റെ യജമാനന്റെ സ്തോത്രം പുൽത്തൊട്ടിയെ അറിയുന്നില്ല. എന്നാൽ എൻ്റെ ജനമോ എന്നിൽ നിന്നും അകന്ന മാറിക്കൊണ്ടിരിക്കുമ്പോൾ സൃഷ്ടിതാവായ ദൈവം പറയാണ്, എന്നിൽ നിന്നും അകന്നുപോയതായിരിക്കുന്ന ജനത്തെ അവൻ വീണ്ടും അവങ്കിലേക്ക് മടക്കി വരുത്തേണ്ടതിന് വേണ്ടി തൻ്റെ വിശുദ്ധന്മാരെ അവനോട് ചേർക്കേണ്ടതിന് വേണ്ടി കാഹളം ധ്വനിക്കുന്നതിന് മുമ്പ് പ്രൈസ് ദി ലോർഡ്, ദൈവം ഈ ഭൂമിയിൽ നയിക്കുന്നതായ ഒരു ശുദ്ധീകരണം ദൈവം നടത്തിക്കൊണ്ടിരിക്കുക. ഭൂമിയിൽ ദൈവത്തിന് വേണ്ടതായിരിക്കുന്നതായ സകല ജനത്തെ ദൈവവിധിയാണ് തൻ്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നതായ തൻ്റെ ജനത്തെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാ ആ അവസ്ഥയിലേക്ക് ലോകം മുൻപോട്ട് കടന്നു പോകുമ്പോൾ നീ കൈവിടപ്പെട്ടു പോകരുത്. രണ്ട് വാക്കിൽ നിന്ന് വിരുമ്പിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്കൊരു നിമിഷം വീണ്ടും കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവത്തിൻ്റെ പാദപീഠങ്ങൾ എല്ലാ കണ്ണുകളും അടയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഉപവാസ പ്രാർത്ഥനയുടെ ഹല്ലേലൂയ 6ാമത്തെ രാത്രികാലം തിരുസന്നിധിയിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കിയല്ലോ. ആ ദൈവത്തിന്റെ പൊന്നുകരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. പരിശുദ്ധനാം നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവിന്റെ പൊന്നുപാദപീഠങ്ങളിൽ തിരുസന്നിധിയിൽ കർത്താവേ ഉപവാസ പ്രാർത്ഥനയുടെ 6ാമത്തെ രാത്രികാലം ഞങ്ങൾക്ക് തിരുപാദപീഠങ്ങളിലായിരുന്നു കൊണ്ട് ലോകത്തുള്ളതായിരിക്കുന്നതായ ഈ കൊറോണ മഹാമാരിയാൽ രോഗത്താൽ കർത്താവെ ആയിരിക്കുന്നതായ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ഈ മഹാമാരി ലോകത്തിൽ നിന്ന് സർവശക്തനായ ദൈവമേ അവിടുന്ന് ഒന്ന് നീക്കം ചെയ്യേണ്ടതിന് വേണ്ടി അങ്ങയോട് അപേക്ഷിപ്പാൻ ദൈവമിടയാക്കിയ കൃപയ്ക്കായി ഞങ്ങളങ്ങേ വാഴ്ത്തിയ ആ ദൈവത്തിന്റെ പൊന്നുകരങ്ങളിലേക്ക് ലോകരാഷ്ട്രങ്ങളെയും എല്ലാ രാജ്യങ്ങളെയും എല്ലാ സ്റ്റേറ്റുകളെയും എല്ലാ പട്ടണങ്ങളെയും എല്ലാ ഗ്രാമങ്ങളെയും എല്ലാ ഭവനങ്ങളെയും എല്ലാ വ്യക്തി ജീവിതങ്ങളെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, വ്യസനകരമായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും വലിയൊരു വിടുതല ദൈവം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥനയും യാചനയും കേട്ടുകൊണ്ട് സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇതുവരെയും കേട്ടുകൊണ്ടായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കും.